വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നല്ലൊരു കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് എണ്ണ ഒഴിക്കുക. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ 4 വലിയ ഉള്ളിയാണ് കേട്ടോ അതിൽ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുമാത്രമല്ല ഈ ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അതുപോലെ തന്നെ ഇതുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒരു കമൻറ്റ് കൂടി രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയൊക്കെ ഇതാ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്താലേ ആ ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടുള്ളൂ. ഇനി ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് തന്നെ അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മില്ലിൽ നിന്ന് കിട്ടിയ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ അധികം കളറൊന്നും ഇല്ല കേട്ടോ. നല്ല ഡാർക്ക് കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ വലിയ ജീരകം. അതൊരു കുറച്ച് നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുക്കൂലേ ആ ഒരു അളവിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മളെ ചിക്കൻ മസാല. ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഞാനിതാ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഗ്രേവിക്കായിട്ട് നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം. ആരും പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ 2 പ്രാവശ്യമായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി പുഴുങ്ങി മാറ്റി വെച്ച മുട്ടകൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അതാ നമ്മളെ കറി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോവുമായി വീണ്ടും വരും. താങ്ക് യു.